യുവതാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രത്യേക മിടുക്ക് ബ്ലാസ്റ്റേഴ്സിനുണ്ട്. വിപിൻ, അസ്ഹർ, ഐമൻ, സച്ചിൻ, സുരേഷ് തുടങ്ങിയവരൊക്കെ ബ്ലാസ്റ്റേഴ്സ് യുവതാരങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തതിലൂടെ ലഭിച്ച താരങ്ങളാണ്. എന്നാൽ ഇഷാൻ പണ്ഡിറ്റ്, സഹൽ അബ്ദുൾ സമദ്, മഹേഷ് സിംഗ് തുടങ്ങിയവരൊക്കെ ഈ മേഖലയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പോരായ്മകളുമാണ്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ചില യുവതാരങ്ങളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് കൈക്കൊണ്ട തീരുമാനങ്ങൾ വിജയകരമായി എന്ന് വ്യക്തമാക്കുന്ന ചില കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് 5 താരങ്ങളെയാണ് മറ്റ് ക്ലബ്ബുകളിലേക്ക് ലോണിൽ അയച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ സ്ക്വാഡിൽ അവസരം കുറയുമെന്ന് കണ്ട് യുവതാരങ്ങൾക്ക് കൂടുതൽ മത്സര പരിചയം ലഭിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് 5 താരങ്ങളെ ലോണിൽ അയച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ കണക്ക് കൂട്ടൽ പോലെ ലോണിൽ അയച്ച താരങ്ങളും മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ നടത്തിയത്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി സീനിയർ സ്ക്വാഡിൽ പ്രൊമോഷൻ കൊടുക്കാതെ മുഹമ്മദൻസ് SCയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ച ബികാഷ് സിംഗ് മികച്ച പ്രകടനം നടത്തി മുഹമ്മദൻസിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചു. 22 മത്സരങ്ങളിൽ 2 ഗോളും 3 അസിസ്റ്റുമാണ് നേടിയത്. ഇന്റർ കാശിയിലേക്ക് ലോണിൽ അയച്ച മലയാളി മുന്നേറ്റ താരം മുഹമ്മദ് അജ്സലിന് ഇന്റർ കാശിയിൽ വലിയ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും 22 മത്സരങ്ങളിൽ നിന്നും 334 മിനിറ്റ് പ്ലേയിങ് ടൈം കിട്ടിയ താരം 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. ചിലപ്പോൾ അജ്സലിന് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ സ്ക്വാഡിൽ അവസരം ലഭിച്ചേക്കും. ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരളയ്ക്ക് ലോണിൽ അയച്ച മറ്റൊരു മലയാളി പ്രതിരോധ താരം മുഹമ്മദ് ഷഹീബും ഗോകുലം നിരയിൽ മികച്ച പ്രകടനം നടത്തി. ഇന്റർ കാശിയിലേക്ക് ലോണിൽ അയച്ച ബിജോയ് വർഗീസും മെച്ചപ്പെട്ട പ്രകടനം നടത്തി.